നമസ്കാരം, എല്ലാവർക്കും റെനീസ് കിച്ചൻ്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിസ്സ റെസിപ്പിയാണ്. വെജിറ്റബിൾ പിസ്സ. ഇത് ഓവനിലും തയ്യാറാക്കുന്നുണ്ട്. ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റൗ ടോപ്പിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് രണ്ടും എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം പിസ്സ ബേസ് തയ്യാറാക്കും, പിന്നെ പിസ്സ സോസ് തയ്യാറാക്കും, പിന്നെ ഇത് അസംബിൾ ചെയ്യണം, അതിനുശേഷം ബേക്ക് ചെയ്യണം. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. ആദ്യം നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കാം. പിസ്സ ബേസ് എന്ന് പറയുന്നത് ഒരുതരം ബ്രെഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡിനൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയുള്ള പ്രൊസീജിയറാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യണം. 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കറിയാം, ഈസ്റ്റ് ഒരു മൈക്രോ ഓർഗാനിസമാണ്. അതിന് പ്രവർത്തനം ശരിയായിട്ട് നടക്കണമെങ്കിൽ ഒരു ഇളം ചൂടും അതുപോലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അതിന് നമ്മൾ കൊടുക്കണം. നമ്മളിതിന് കൊടുക്കുന്ന വെള്ളം ഒരുപാട് ചൂടുള്ളതാണെങ്കിൽ ഈസ്റ്റ് എല്ലാം ചത്തുപോകും. നമ്മളൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ അനക്കാതെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്ന കാണാൻ പറ്റും. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ പതഞ്ഞ് പൊങ്ങി വന്നില്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈസ്റ്റ് ഒക്കെ നിർവീര്യമായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒരു തവണ കൂടി ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ അലിയിച്ച് വെച്ച് നോക്കുക. എന്നിട്ടും അത് പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈസ്റ്റും നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മൾ പുതിയ ഒരു ഈസ്റ്റ് തന്നെ മേടിക്കേണ്ടി വരും. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മൈദ മാത്രമായിട്ട് ഉപയോഗിക്കാം, ഗോതമ്പ് പൊടി മാത്രമായിട്ട് ഉപയോഗിക്കാം. അപ്പം ഗോതമ്പ് പൊടി മാത്രമായിട്ട് ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടൊക്കെ വരും, പക്ഷെ അത്ര ടേസ്റ്റ് അത്രയ്ക്ക് എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആക്കാമല്ലോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇളം ചൂടുവെള്ളം കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് കുറച്ചൊരു ഒട്ടലുള്ള ഒരു മാവാക്കി എടുക്കണം. ചപ്പാത്തിയുടേക്കാളും കുറച്ചുകൂടി ഒരു ഒട്ടലുള്ള ഒരു മാവായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമ്മളൊരു 10 മിനിറ്റോളം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികൊക്കെ ഉള്ളിലേക്കാക്കി ഒരു ബോൾ പോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് ഈ പാത്രത്തിന് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കണം. ഇനി ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ടവലോ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് പൊങ്ങാനായിട്ട് ഒരു ഇരട്ടി സൈസാകുന്ന വരെ പൊങ്ങി വരണം. അതിനായിട്ട് നമുക്കൊരു ചൂടുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കാം. ഒത്തിരി തണുപ്പുള്ള സീസണൊക്കെ ആണെങ്കിൽ അത് പൊങ്ങി വരാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഞാൻ സാധാരണ ചെയ്യുന്നത് അടുപ്പിൻ്റെ അരികിൽ വെക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് ചൂട് കിട്ടി പൊങ്ങി വന്നോളും. തണുപ്പുള്ള സീസൺ ആണെങ്കിലും വേഗം പൊങ്ങി വരും. ഈ സമയം നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കാം. അതിനായിട്ട് മീഡിയം സൈസിലുള്ള 6 തക്കാളി എടുക്കുക. നന്നായിട്ട് പഴുത്ത് ചുവന്ന കളറുള്ള തക്കാളി ആയിരിക്കും കൂടുതൽ നല്ലത്. അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ച് വെക്കുക. ഇപ്പം നമുക്കിത് ഇതിൻ്റെ തൊലി കളയുന്നതിൽ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അല്ലി, ഒരു 3-4 വെളുത്തുള്ളി അല്ലി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കട്ടിയാകുന്നത് വരെ ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഒറിഗാനോയിൽ മിക്സഡ് ഹെർബ് ചേർക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് ഏകദേശം ഒരു ഫ്ലേവർ കിട്ടുന്ന ഒരു ഇലയാണ് നമ്മുടെ പനിക്കൂർക്ക ഇല. അത് ഫ്രഷായിട്ട് ചേർക്കാം. പക്ഷെ ഫ്രഷായിട്ട് ചേർക്കുന്നതിലും കൂടുതലും നല്ലത് ഒന്ന് ഉണക്കി പിടിച്ചിട്ട് ചേർക്കുമായിരിക്കും.
ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടാണ് ചേർക്കുന്നത്. ഒരു 4-5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടും. ഇനി ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഒരു നുള്ളു പഞ്ചസാര. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പോ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കും. നമ്മൾ ഈ സോസൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ചൂടോട്ടുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതുപോലെ റിങ് ഇറക്കി വെക്കുക. ഇത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കുക. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. ഇതിനുള്ളിൽ നിറയെ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വീർത്തിരിക്കുന്നത്. ഇനി നമ്മളിത് പതുക്കെ അമർത്തി ഇതിൻ്റെ ഉള്ളിലെ ഗ്യാസ് പുറത്തേക്ക് കളയാം. ഇനി ഇത് ലൈറ്റായിട്ട് ഒരു തവണ കൂടി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ്, അസംബ്ലിങ്. ആദ്യം നമുക്ക് സ്റ്റൗ ടോപ്പിലേക്കുള്ളത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പച്ചമ്പിൻ്റെ ഒരു പാത്രമാണ്. പിസ്സ പാനോട് ഏകദേശം ഒരു സാമ്യമുള്ള പാത്രമാണിത്. ഇത് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ നമുക്കൊരു പരന്ന പാത്രം എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഈ കോൺ പൗഡർ എന്ന് പറഞ്ഞിട്ട് ചോളപ്പൊടി ഇല്ലേ, അത് മേടിക്കാൻ കിട്ടും. അതാണെങ്കിലും ഒന്ന് തൂക്കി കൊടുക്കുക. നമ്മൾ ഈ പിസ്സ ഇതിൽ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത ഒരു പോർഷൻ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മുടെ കൈ കൂടുതലായിട്ട് ഒട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് പൊടിയിലോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയിലോ ഒന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ അരികിലായിട്ട് ഇതേപോലെ ഒരു ബൗണ്ടറി ഉണ്ടാക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പിസ്സ സോസും അതുപോലെ ടോപ്പിംഗ്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്സ സോസ് വെച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യാനുസരണം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായി വെജിറ്റബിൾസ് വയ്ക്കുക. ഞാൻ വെക്കുന്നത് ക്യാപ്സിക്കം, ഒനിയൻ, ഒലീവ് റിങ്സ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോയോ അതുപോലെ ഇറ്റാലിയൻ ഹെർബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ പനിക്കൂർക്കയുടെ ഇല വെച്ച് കൊടുക്കാം. ഇത് ഫ്രഷ് ആയിട്ട് വെക്കുന്നതിൽ എപ്പോഴും നല്ലത് ഞാൻ പറഞ്ഞതുപോലെ ഉണക്കി പൊടിച്ച് ചേർക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചെദ്ദാർ ചീസും കുറച്ച് മൊസറല്ല ചീസും വെക്കുന്നുണ്ട്. ചീസ് നമ്മുടെ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അരികിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്റ്റൗ ടോപ്പിലേക്കുള്ള പിസ്സ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്കുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഓവനിലാണെങ്കിൽ ചൂടാക്കിയിട്ട് ഓവനിൽ വെച്ച് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പോൾ കൈ പൊള്ളാതെ ഇതുപോലെ ഇറക്കി വയ്ക്കുക. ഇത് മൂടി വെച്ച് മീഡിയം ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒരു പിസ്സ കട്ടറോ കത്തിയോ ഉപയോഗിച്ച് മുറിക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓവനിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ മുകളിൽ വെച്ച വെജിറ്റബിൾസിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ നമ്മളിത് വെജിറ്റബിൾ പിസ്സ ആയത് കാരണമാണ് വെജിറ്റബിൾസ് മാത്രം വെച്ചത്. നമുക്കിത് ചിക്കൻ പീസസൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് തീർച്ചയായും അറിയിക്കണം. വീട്ടിലെല്ലാവരും എന്ത് പറഞ്ഞു എന്നുള്ളത് എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം തന്നെ റൈൻസ് കിച്ചൻ പാചകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ ഒപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.
ഇനി വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.